തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. വഴിയോരങ്ങൾ ഒഴിവാക്കുന്നതിന് സ്വതവേ നാം എല്ലാവരും ശ്രദ്ധിക്കും. വഴിയുടെ നടുവിലൂടെ പോകുന്നതിനാണ് ഏവർക്കും താല്പര്യം. വഴിയോരങ്ങൾ പലപ്പോഴും ഒട്ടും ചൊവ്വുള്ളതല്ല. ചിലപ്പോഴെല്ലാം അപകടകാരികളാകാറുണ്ട്. തട്ടുകടകളും മാടക്കടകളും അവിടെയാണ് പലരും സ്ഥാപിക്കുന്നത്. വിസർജ്യത്തിനും നമ്മെപ്പോലുള്ളവരുടെ രാജ്യത്ത് ഇടം കണ്ടെത്തുന്നതും അവിടെയാണ്. വഴിയോരത്തുള്ള കുഴികൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നവയാണ്. ഭിക്ഷക്കാരുടെ ഇരിപ്പിടങ്ങൾ അവിടെയാണ്. സ്വാഭാവികമായും എല്ലാവരും അത് ഒഴിവാക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വഴിയോരത്തിൽ ചടഞ്ഞുകൂടുന്നു. കാരണം അവൻ അന്ധനാണ്, വികലാംഗനാണ്, ദരിദ്രനാണ്. നാട്ടുകാരെല്ലാവരും കൂടി അവനെ ഒരു ഭിക്ഷക്കാരനാക്കി മാറ്റുന്നു. വഴിയുടെ നടുവിലിരുന്ന് ആരും ഭിക്ഷ ചോദിക്കാറില്ല. അവർ വഴിയരികിലേക്ക് തള്ളി മാറ്റപ്പെടുന്നു. പ്രാന്തവൽക്കരിക്കപ്പെട്ട അവർ ഒത്തിരി സങ്കടങ്ങളുടെ ചുമടുതാങ്ങികളാണ്. അതൊരു യാതൊരുവിധ പ്രത്യാശയോ പുരോഗതിയോ പ്രതീക്ഷിക്കാത്തവരാണ്. എല്ലാവരാലും തള്ളപ്പെട്ടവർ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ബലഹീനന്റെ നിലവിളിയുടെ ബലമാണ്. നിലവിളികളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് അനേകര് നിലവിളിയുടെ, വേദനയുടെ, സങ്കടങ്ങളുടെ, കണ്ണുനീരിൻ്റെ താഴ്വരങ്ങളിലാണെങ്കിൽ, നമ്മുടെ കണ്ണുനീരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവം നമ്മോടൊപ്പമുണ്ട്. വഴിയോരത്ത് അന്ധനായൊരുവനെ ഇവിടെ കണ്ടെത്തുന്നു. അവനൊരു പേരില്ല. അപ്പൻ്റെ മകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിമായിയുടെ മകൻ ബർത്തിമായി. അന്ധനാണെങ്കിലും ആർക്കും അവനെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. വഴിയെ ആൾക്കൂട്ടം തിരക്ക് പിടിച്ചു പോകുന്നു. ശബ്ദ കോലാഹലങ്ങളുണ്ട്. ഒന്നും കാണുവാൻ കഴിയുന്നില്ല. ബലഹീനത പിടിക്കപ്പെട്ടവർക്ക് ദൈവം ചില ബലം നൽകിയിട്ടുണ്ട്. കാഴ്ച കുറഞ്ഞവർക്ക് കേൾവി കൂടും. കാണുവാൻ കഴിവില്ലെങ്കിലും വൃത്തിമായി നന്നായി കേൾക്കും. അതിലുപരി ഗ്രഹിക്കും. ഇതാ ദാവീദ് പുത്രൻ കടന്നു പോകുന്നു. നല്ല അവസരം. അത് നഷ്ടപ്പെടാതെ അവൻ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന്. അവൻ്റെ ശബ്ദം യേശുവിനോട് കൂടെയുള്ളവർക്ക് അരോചകവും അസ്വസ്ഥതയും ഉണ്ടാക്കി. അവർ ഉടൻ പ്രതികരിക്കുന്നു, മിണ്ടാതിരിക്കുക എന്നാണ്. മറ്റുള്ളവരുടെ നിലവിളികൾ കേൾക്കുവാൻ മനസ്സില്ലാതെ അവരുടെ വായടപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്നും ഏറി വരികയാണ്. നമ്മെ അലോസരപ്പെടുത്തുന്ന ദാരിദ്ര്യത്തിൻ്റെയും വിവേചനത്തിൻ്റെയും അവഗണനയുടെയും ചൂഷണത്തിൻ്റെയും വേദനയുടെയും ശക്തമായ ശബ്ദങ്ങൾക്ക് മുന്നിൽ അങ്ങനെയുള്ളവരെ ശബ്ദരഹിതരമാക്കുന്നതിനുള്ള പരിശ്രമമല്ലേ പലപ്പോഴും ഇന്ന് നടക്കുന്നത്? എന്നാൽ ബലഹീനന്റെ നിലവിളി കേൾക്കുന്ന ബലവാനായൊരു ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അവരൻ്റെ സ്വരം അപസ്വരമായി കാണുന്ന ശിഷ്യരുടെ കൂട്ടരുടെയും സ്വഭാവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതുവഴി കടന്നു പോകുന്ന യേശുവിൻ്റെ സമീപനം. ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇടയിൽ ആവശ്യക്കാരൻ്റെ ശബ്ദം നാം കേൾക്കുമോ? മിണ്ടാതിരിപ്പാൻ കൂടെയുള്ളവർ ആജ്ഞാപിക്കുമ്പോൾ അരികിലേക്ക് വരുവാനായി വിളിക്കുവാൻ യേശു കൽപ്പിക്കുന്നു. ദ്രുതഗതിയിൽ പോകുന്ന യേശു പെട്ടെന്ന് നിൽക്കുന്നു. നിലവിളിക്കുന്നവൻ്റെ അരികെ നിൽക്കുന്ന അലിവുള്ള ഒരു ദൈവം, ആവശ്യങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്ന ഒരു ദൈവം. ഇത് വേഗതയുടെ കാലമാണ്. വേഗത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരിക്കൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വേഗം പോരാ ഒന്നിനും, വേഗം പോകണം എന്തിനും. നിൽക്കാതോടും ഏവരും, നിലനിൽക്കാനില്ല വേറൊരു മാർഗം. നമ്മുടെ ലോകത്തിൻ്റെ ഗതിസൂചകമാണിത്. നാം വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലരെയും പിന്നിലാക്കുന്നു. ഈ കാലഘട്ടം മറ്റുള്ളവരെ പിന്നിലാക്കി മുന്നിലെത്തുന്നത് എന്ത് ചെയ്യുന്ന കാലമാണിത്? ഇവിടെ ഇതാ
യേശു നിലവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, നിലവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു യേശു. രണ്ട്, നിലവിളികളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്കാവുമോ? ആ നിലവിളി പരിഹരിപ്പാൻ, പരിസരങ്ങളുടെ നിലവിളിയോട് ക്രിയാത്മകമായി അതിന് പരിഹാരം കണ്ടെത്തുവാൻ നമ്മെക്കൊണ്ട് ഇന്ന് എന്ത് കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കർത്താവിൻ്റെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ, അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകരെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ മാടി വിളിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ആമേൻ.